ഒരു മിനിറ്റ്. ഓക്കെ സാർ. ഒരു മിനിറ്റ് എടുത്തോ സാർ. വെൽക്കം ടു 5 സ്റ്റാർ ഹോട്ടൽ സാർ. അത് പ്ലേറ്റിന്റെ ഡിസൈൻ ആണ് സാർ. ഒരു പ്ലേറ്റിന്റെ ബില്ല് അടിച്ചേരെ. പ്ലേറ്റ് നശിപ്പിച്ചു. പ്ലേറ്റിന്റെ ബില്ല് ക്യാൻസൽ. ഡു യു വാണ്ട് ഫുഡ് സാർ? ഫുൾ ബോഡി മസാജ് കിട്ടും സാർ. കയറി വരാൻ നേരം ഫ്രണ്ടിൽ ഇങ്ങനെ ഹോട്ടലിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, കണ്ടായിരുന്നു? ഷെഫിനോടൊന്ന് ചോദിക്കട്ടെ സാർ. സൈഡ് എടുത്താൽ മതിയോ? നോർമൽ ടീ, ഐസ് ടീ, ബ്ലാക്ക് ടീ, പോട്ടി. സാർ കറുത്ത പശുവിന്റെ പാല് വേണോ വെളുത്ത പശുവിന്റെ പാല് വേണോ? നിന്റെ അച്ഛന്റെ പാല് കിട്ടും. സാർ അച്ഛൻ എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പൊ അച്ഛൻ എന്ന് വിളിക്കുന്ന ആളാണോ അതോ എന്റെ ഒറിജിനൽ അച്ഛനെയാണോ? കണ്ടാലും പറയും കമ്പനി റൂൾസ് സാർ. അടിച്ചു പൊട്ടിക്കണോ സാർ? ബില്ലാടിയാനല്ലേ പെട്ടെന്ന് കിട്ടുന്ന എന്തേലും ഉണ്ടാ സാർ? ഇവിടെ കൊണ്ടുവന്ന് ലൈവായിട്ട് തീയിട്ട് ഫുഡ് ഉണ്ടാക്കി തരും സാർ. ഇവിടെ അടുക്കള അടുപ്പൊന്നും ഇല്ലടാ. എന്തിനാ എന്റെ കാര്യത്തിലെ കൊണ്ടുവന്ന് തീയിടുന്നത്? ഇത് ഞാൻ മെസ്സേജ് ഷെഫിനായിരിക്കും. അപ്പൊ ഡബിൾ ടിക്ക് വരും, പിന്നെ ബ്ലൂ ടിക്ക് വരും, പിന്നെ ഷെഫ് ഉണ്ടാക്കും. പറഞ്ഞാൽ പോരെ. കമ്പനി റൂൾസ് സാർ. ഓഫ് ചെയ്യാൻ പറ്റും സാർ, പക്ഷെ ഞാൻ ഓഫ് ചെയ്യത്തില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മാറ്റണമെന്ന് മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ ഞാൻ മാറ്റാം. കമ്പനി റൂൾസ് സാർ. 1050. UP വേണോ അതോ ക്യാഷ് വേണോ? UP മതി. വാട്സപ്പ് പേ വേണോ അതോ ആപ്പ് വേണോ? ആപ്പ് മതി സാർ. ഫോൺ പേ വേണോ അതോ ഗൂഗിൾ പേ വേണോ? ഗൂഗിൾ പേ മതി സാർ. ഗൂഗിൾ പേയില് പൈസ സെൻഡ് ചെയ്യണോ അതോ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യും? സാർ ഇളക്കിയെടുക്കാൻ പറ്റുമോ? ഇളക്കി തരാൻ ഞാൻ. ഇത് QR കോഡിൽ അയക്കണോ അതോ നമ്പറിൽ സെൻഡ് ചെയ്താൽ മതിയോ? പൈസ ആയിട്ട് തരാൻ പറ്റൂ. 100ന്റെ 10 നോട്ട് വേണോ 500ന്റെ 2 നോട്ട് വേണോ? ചില്ലറെങ്കിലും സാർ. 1 രൂപയുടെ ചില്ലറ വേണോ 2 രൂപയുടെ ചില്ലറ വേണോ? എന്തിനാണ് സാർ ഇത്ര ഓപ്ഷൻ ഇടുന്നത്? കമ്പനി റൂൾസ് സാർ. എടാ ഒരു മനുഷ്യൻ വിശന്ന് പറഞ്ഞ് കഴിക്കാൻ വരുമ്പോ ഇത്ര ഓപ്ഷൻ ചോദിക്കണം. അടിക്കുന്നത് അടിച്ചോ സാർ, ഫ്രഞ്ച് മാത്രം അടിക്കരുത് സാർ. അവനാണോ ഡീൽ ചെയ്തത്? ഹോട്ടൽ മാനേജ്മെന്റ് അടിച്ച് കോട്ട് സൂട്ട് ഇട്ട് വന്നിക്ക് എന്നെ കണ്ട തെണ്ടിയുടെ ലുക്ക് എന്റെ അടുത്തും വന്ന് പറയും സാർ കമ്പനി റൂൾസ്. ഏത് കമ്പനിയാന്ന് എനിക്കറിയത്തില്ല. ഇനി മേല ആരെങ്കിലും ആഹാരം കഴിക്കാൻ വന്നാൽ എന്തോ വേണോന്ന് ചോദിക്കണം, അത് എടുത്തോണ്ട് കൊടുക്കണം. അതിനകത്ത് ഉപ്പിടണോ മുളകിടണോ മല്ലിടണോ എന്ന് ചോദിച്ചാൽ നിന്റെ മുക്കാമണ്ട ഇടിച്ചാൽ സാമ്പാറോടെ രസം വേണോ? നീ ആദ്യം ഉണ്ടാക്കി എന്നിട്ട് തീരുമാനിക്കാ സാമ്പാറാവോ രസാവോ എന്നൊക്കെ. സൂപ്പർ കോമഡി സൂപ്പർ കോമഡി. ഞാൻ ഒരു പെങ്കൊച്ചായിട്ട് ചാറ്റ് ചെയ്തോണ്ടിരിക്കുക ഇറങ്ങി പൊക്കിയ. സൂപ്പർ കോമഡി സൂപ്പർ ഒരു കോമഡി കൊടുത്തൊരു സാമ്പാർ ഇടാനാ. ഞാൻ ബ്രേക്കപ്പ് ആയിട്ടിരിക്കുമോ? നീ ഇറങ്ങി പൊക്കി അങ്ങോട്ട്. ഒരു പെട്ടുപോലെ സീരിയസ് ആയിട്ട് പറയാം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അവളെ കാര്യങ്ങളൊക്കെ ഓർമ്മ ഞാൻ ഡിപ്രഷനോടൊക്കെ പോകുന്നു. ഇപ്പൊ ഡിപ്രഷൻ മാറിയോ? ഇപ്പൊ അവളെ കുറിച്ച് ഓർമ്മയൊക്കെ പോയോ? നീ ഓർമ്മകളായി വരക്കാൻ തോന്നുമ്പോ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ അല്ലാതെ ഒരു ബോധമില്ലാത്ത ഒരു തന്നെ തേച്ചിട്ട് പോയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന ബോധമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ബോധം ഉണ്ടെങ്കിൽ നിന്നെ കാര്യം പ്രേമിക്കോ? സോനു എന്റെ ചേട്ടാ എന്തോ ഒരു കുറവ് അല്ലേ? എന്റെ 3 കൂട്ടുകാരികൾ സ്ഥിരം ചേട്ടനെ പറ്റി തരുന്നു. പിന്നെ ചേട്ടൻ പോകണ്ടെന്ന് പറയാൻ എന്നെ കുറിച്ച് എന്താ തിരക്കുന്നേ? ചേട്ടൻ എന്താ പെണ്ണ് കിട്ടാത്ത? നീ മര്യാദക്ക് പോരുന്ന് പഠിച്ചു, ഇല്ലെങ്കിൽ നിന്നെ പിടിച്ച് കെട്ടി. മഴക്കൂടാണെങ്കിൽ ഇങ്ങനെ സന്തോഷമുള്ള കാര്യമൊന്നും പറയാം. കാമുകമല്ല ഉണ്ടാ? കാമുകളൊന്നും ഇല്ല, പക്ഷെ ഒരുത്തം പുറകെ കിടക്കും. ഭയങ്കര ശല്യം, ഭ്രാന്താവും. മോളൊരു കാര്യം ചെയ്യ്, നീ അവന്റെ അടുത്ത് ഇഷ്ടമെന്ന് പറയാം. അപ്പൊ അവന് ഭ്രാന്തായിക്കോളും. ഞാൻ മാത്രം സഹിച്ചപ്പോരല്ലോ. ചേട്ടാ പിന്നെ എനിക്ക് പെങ്കൊച്ചിനെ ഇഷ്ടം. എന്ത് നീ നമ്മുടെ കുടുംബക്കാരെ മഹിമ അന്തസ് വ്യഭിചാരം ചേട്ടാ ആവശ്യം. ഈ നാന്റെ മക്കളത് വായിക്കോളാത്ത പേരാ ഞാൻ പറഞ്ഞു. കൊച്ചെ നീ ഒരു ആണിനെ വിളിച്ചോണ്ടോ ഞാൻ അന്തസ്സായിട്ട് കല്യാണം നടത്തരും. ഷാഫി ചേട്ടൻ നമ്മുടെ കാലത്തിൽ സമ്മതിച്ചതാ. അതൊന്നും ഒരു പ്രശ്നമേ ഇല്ല. ഒറ്റ ഇടിവെച്ചെന്നുണ്ടല്ലോ മുണിയിട്. നിന്നെ പ്രേമിച്ചൊക്കെ നടന്നു കഴിഞ്ഞാണ്ടല്ലേ നിന്റെ ജീവൻ നശിച്ചു. അവളായിരിക്കും അവളല്ലേ എന്തേ ഇപ്പൊ നിന്റെ ജീവൻ നശിച്ചില്ലേ? വടി അമ്മ വിളിക്കുന്ന എന്തിന്? നീ അടിച്ചപ്പോ ഞാൻ തടത്തല്ലേ? എന്റെ കൈ അടിച്ച് നോക്കുന്നേ. ഷാഫി നിനക്ക് ലൈനുള്ളല്ലേ? എന്റെ ലൈനിന്റെ പേര് നിനക്ക് അറിയാവോ? ഷാഫിയേ